പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞതൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൈൽസ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലില് രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ എന്ന് അതിനെ വിളിക്കാൻ പറ്റില്ല, ഒരു ഹോട്ട് സീറ്റ് സെറ്റ്. ആങ്കർ ആയിട്ട് വന്നത് രേണുവിനെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞ വ്യക്തി ശാരിക എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരത്തിയാണ്. എനിക്ക് അങ്ങനെ ഒരു ദുർബല നിമിഷത്തിൽ സംഭവിച്ചു പോയി. ഒരു നിലപാടും ഇല്ലാത്ത ഒരു ആങ്കർ ആണ് ഇവര്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. ഇന്റർവ്യൂ വൈറലായി, ആങ്കർ എയറിലായി, കമന്റ് സെക്ഷനിലാണെങ്കിൽ പൂരത്തെറിവിളി. ഈ ഹോട്ട് സീറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്നെ ഒരു ഗസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്നതാണ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ആങ്കർ എയറിലായപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ട്. എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, അതിനകത്തും ഇവരുടെ അരഗൻസും ആ ഒരു അഹങ്കാരവും ഒക്കെ കൃത്യമായി കാണാൻ പറ്റും. ഞാൻ അത്ര ചീപ്പൊന്നും അല്ല. ഞാനും രേണു സുധിയും ഈ ഇന്റർവ്യൂവിന് മുമ്പ് തന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ ദ സെൻസ് ഞങ്ങൾ തമ്മിൽ ശത്രുതയൊന്നുമില്ല. രേണു സുധിയെ തെറി പറയാത്ത 1,00,000 പേരിൽ അല്ല, തെറി പറയാത്ത ആൾക്കാരിൽ 1% ആൾക്കാർ തെറി പറയാത്തവരുണ്ടെങ്കിൽ അതിൽ ഒരാൾ ഞാൻ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. ഓ, പറഞ്ഞു നടക്കാൻ പറ്റിയ കാര്യമാണല്ലോ. ഈ ഒരു പ്രത്യേകം പറഞ്ഞു, അരഗന്റ് ആയിട്ട് തന്നെ ചോദിക്കണം. ചുമ്മാ വെറുതെ ഇങ്ങനെ പേടിച്ച് വിറച്ച് കൊഞ്ചിക്കൊടഞ്ഞ് ചോദിക്കുന്ന താല്പര്യമില്ല. ഞാനായത് കൊണ്ടാണ്, ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് രേണുസുധി മൈൽസ്റ്റോണിലേക്ക് വന്നതെന്ന് അവരുടെ അണിയറ പ്രവർത്തകരോട്, അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുധി അറിയിച്ചിരുന്നു. മറ്റു ടീമുകളോടും ഇതിനാരാണോ ഇത് നടത്തുന്ന അധികാരികൾ അവരോട് രേണുസുധി അറിയിച്ചിരുന്നു. രേണുസുധിയും ഇവരും എല്ലാരും കൂടെ റീച്ചിന് വേണ്ടിയിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന കലാപരിപാടിയാണ്. ആളുകൾ ആ ഒരു സെൻസിൽ എടുത്തില്ല. അതല്ല ഉദ്ദേശം. പക്ഷെ ഇവര് നമ്മുടെ മലയാളി സമൂഹത്തെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ്. പക്ഷെ പ്രേക്ഷകരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞതൊന്നും തോന്നുന്നില്ല, നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രേക്ഷകർക്ക് നിലപാടില്ല ഗൈസ്, പ്രേക്ഷകർക്ക് നിലപാടില്ല. ഈ ഒരു വീഡിയോയില് ചേച്ചിയുടെ നിലപാടാണ് ഞാൻ മെയിൻ ആയിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഓട്ടം കിട്ടാൻ സാധ്യത. നിങ്ങളൊക്കെ ഈ ഓൺലൈൻ മീഡിയയും അതോടൊപ്പം ഈ അവതാരികയെ വിട്ട മേലാളന്മാരും അല്ലെങ്കിൽ ഈ പറയുന്ന പ്രതിനിധികളും ഒക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളായിരിക്കും. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് എന്ത് വൃത്തികേടുകളും ചോദിക്കാമെന്ന ലെവലിലേക്ക് ഓൺലൈൻ മീഡിയ തരംതാണ് പോകുന്നത്. അല്ലെ തന്നെ കുറേയധികം പേരുദോഷങ്ങളുള്ള ഓൺലൈൻ മീഡിയക്ക്. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു, സ്വാഭാവികം. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. എന്ത് ക്വസ്റ്റ്യനും പ്രിപ്പയർ ചെയ്ത് ഓൺലൈൻ മീഡിയ ഇത്രയും തരം താഴ്ന്നു പോകരുത് ചേച്ചി. തൽക്കാലം ഇത്രയും മതി.